രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ചതും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാട് നൽകിയതും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ അഭിപ്രായപ്പെട്ടു. പാർട്ടി 24ാം കോൺഗ്രസിന്റെ ഭാഗമായി ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ജനാധിപത്യം ഉൾക്കൊണ്ട് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇടതെന്നും ഇടതുപക്ഷമില്ലെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭവും തൊഴിലാളി മേഖലയിൽ പോരാട്ടവും ഉണ്ടായിരിക്കില്ല. ഇടതുപക്ഷത്തിന്റെ നിലപാടുകളാണ് മതനിരപേക്ഷ മുദ്രാവാക്യം ഉണ്ടാക്കി നൽകിയതെന്നും BJPക്ക് മതരാഷ്ട്രവാദമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ജനകീയമായ പോരാട്ടമില്ല, ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷത എന്ന മുദ്രാവാക്യമില്ല. അപ്പൊ എന്ത് വേണം? അപ്പൊ ഇടതുപക്ഷത്തിന് തകർക്കണം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയം നടക്കുന്ന ഘട്ടത്തിൽ RSSന്റെ സർസംഘചാലക പ്രഖ്യാപിച്ചതെന്താ? അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ള വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്ന മുദ്രാവാക്യമാണ്. കാരണം ഇടതുപക്ഷം ശനിയാഴ്ച വൈകിട്ട് മന്നലാങ്കുന്ന് കിണർ പരിസരത്ത് നിന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ റെഡ് വളണ്ടിയർ മാർച്ചും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന പൊതുപ്രകടനവും അണ്ടത്തോട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൾ ഖാദർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുമേഷ്, M കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AD ദനീബ്, MK ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, ബിജിത, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ഷൈനി ഷാജി തുടങ്ങിയവരുമുണ്ടായിരുന്നു. CCTV ന്യൂസ് പൊന്നിയർകുളം.